ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ 2021 ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് 400 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ ആണ്, അതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വരും. എ സ്ക്വയർ നമുക്ക് 400 തന്നിട്ടുണ്ട്. അപ്പൊ ബേസ് ഏരിയ എത്രയാ? 400. അതായത് സ്ക്വയറിന് 4 വശങ്ങളാണുള്ളത്. അപ്പൊ എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ സ്ക്വയർ ആണ് നമ്മുടെ ബേസ് ഏരിയ, അത് 400. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്നത് എന്ത് വരും? √400 വരും. √400 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് ഇപ്പൊ 4 × 100 എന്ന് എഴുതാം അല്ലേ? അപ്പൊ 4ൽ നിന്ന് ഒരു 2 പോയി, 100ൽ നിന്ന് ഒരു 10 പോന്നു. രണ്ടെണ്ണത്തിൽ നിന്നാണോ? സ്ക്വയർ റൂട്ടിന്റെ പ്രത്യേകതയാണ് രണ്ടെണ്ണം ഒരുപോലെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ 4ൽ നിന്ന് ഒരെണ്ണം പോയി 2 2 × 2 എന്ന് എഴുതാം. 100നെ 10 × 10 എന്ന് എഴുതി കഴിഞ്ഞാൽ 10 വരും. അപ്പൊ നമുക്ക് ബേസ് നമുക്ക് കിട്ടി 20 കിട്ടി. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായി. വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ പിരമിഡിന്റെ 4 സൈഡ് എന്ന് പറഞ്ഞാൽ ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ പിരമിഡ് ആണ്. അപ്പൊ ഇതൊരു സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ ഈ സ്ക്വയർ പിരമിഡിന്റെ ഓരോ ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ഐസോസലസ് ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പൊ ഈ 4 ഐസോസലസ് ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ് നമുക്ക് ലാറ്ററൽ ഏരിയ എന്ന് പറയുന്നത്. ആ ലാറ്ററൽ ഏരിയ എത്രയാണെന്ന് നമ്മൾ ഫോർമുല പഠിച്ചേക്കണേ. ഇക്വേഷൻ ഫോർമുല പഠിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL ആണ്. അതാണ് നമുക്ക് എത്ര തന്നേക്കണേ? 1040 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2AL എന്ന് പറയുന്ന 1040 തന്നിട്ടുണ്ട്. ആ തന്നേക്കണ വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. എ നമുക്കറിയാം 20. ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ എയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 20. അപ്പൊ 2 × 20 × L അങ്ങനെ തന്നെ എഴുതി 1040 നമ്മൾ എഴുതി. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എന്താണ്? നമ്മൾ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? ആ എല്ലിന്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ലാറ്ററൽ സർഫസ് ഏരിയ അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 2 × 20 × L എന്ന് പറഞ്ഞാൽ 1040 ആയി അല്ലേ? അപ്പൊ ഇവിടെ ഏത് വരും? L എന്ന് പറഞ്ഞാൽ 1040 ഡിവൈഡഡ് ബൈ നമുക്കൊരു ഇക്വേഷൻ അറിയാം. ഈ 2 × 20 നേരെ എവിടേക്ക് പോകും? ഈ 1040ന്റെ താഴേക്ക് പോകും അല്ലെ? ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പൊ 2 × 20 ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? 40 ആണല്ലോ. അപ്പൊ 40 വരും. ഇനി L എന്ന് പറഞ്ഞാൽ 1040 ഡിവൈഡഡ് ബൈ 40 ആണ്. അപ്പൊ നമുക്ക് L എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് രണ്ടും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പൊ 4, അപ്പൊ നമുക്ക് 24 വരും. 20 കാരണം 4 2 8 24. അപ്പൊ ഇവിടെ 26 വരും. 26 × 4 ആണ് 104 വരുന്നത്. അപ്പൊ L സ്ലാൻ ഹൈറ്റ് നമുക്ക് 26 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ ആയല്ലോ? 26 സെന്റിമീറ്റർ കിട്ടി. ഇനി നമ്മളോട് എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സ്ലാൻ ഹൈറ്റും കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു H ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ എല്ലും എച്ചും എയും തമ്മിലുള്ള റിലേഷൻ എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L² = H² + A/2 ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ എല്ലും എച്ചും തമ്മിലുള്ള റിലേഷൻ. അത് ഏതാണോ നമ്മുടെ ഫോർമുല തന്നെ ആ ഇക്വേഷൻ അങ്ങ് എഴുതുക. എല്ല് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 26. അപ്പൊ 26ന്റെ സ്ക്വയർ വരും. അടുത്ത എച്ച് നമുക്ക് അറിയണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. H² കൊടുത്തു പ്ലസ് എ നമുക്ക് 20 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 10² വരും. A/2 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 10 വരും. ഇനി ആരെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഈ എച്ചിനെ അല്ലേ? അപ്പൊ ആ H² അവിടെ നിർത്തി. ഇത് നേരെ ഇപ്പുറത്തേക്ക് പോയി. 26ന്റെ സ്ക്വയർ മൈനസ് 10² ആയി നമ്മുടെ ആൻസർ. അപ്പൊ ഈ 26ന്റെ സ്ക്വയർ എത്ര? 26 × 26 എന്ന് പറഞ്ഞാൽ 676 വരും. മൈനസ് 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 അല്ലേ അവന്? 100 വരും. 676 എന്ന് കുറച്ച് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 576 വരും. 576 വരും. അപ്പൊ H എന്ന് പറയുന്നത് √576, അതായത് 24 കിട്ടും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ആൻസർ ആയില്ലേ? ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ആയില്ലേ? ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ TSA എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ A² + 2AL ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. A² നമുക്ക് തന്നിട്ടുണ്ട്. A ഓൾറെഡി 20. അപ്പൊ A² എന്ന് പറഞ്ഞാൽ 20² കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 400, അതായത് 20ന്റെ സ്ക്വയർ. ഇനി ഈക്വൽ ടു പ്ലസ് ഇത് എത്ര തന്നിട്ടുണ്ട്? 1040 നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 400 +
1040 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ്? 1440 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓരോ പ്രോബ്ലത്തിലും ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് തന്നേക്കണ കാര്യങ്ങളൊക്കെ എഴുതുക. ആ തന്നേക്കണ വെച്ച് നമുക്കറിയാൻ പാടില്ലാത്ത എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാ കുട്ടികൾക്കും? ക്ലാസോറ എന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് നമുക്ക് എടുത്ത ഒരു ചാപ്റ്റർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എക്സസൈസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മാക്സിമം കുട്ടികൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.